കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ മലയോര റോഡിലൂടെയുള്ള ഹിൽ ഹൈവേ റണ്ണിന് അല്പസമയത്തിനകം തുടക്കമാകാൻ പോകുന്നു. ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിന്ദ് സോമനാണ് ഹിൽ ഹൈവേ റൺ നയിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ കുട്ടിക്കാനം മരിയൻ കോളേജ് ഗ്രൗണ്ടിൽ അല്പസമയത്തിനകം ഹിൽ ഹൈവേ റൺ ഫ്ലാഗ് ഓഫ് ചെയ്യും. രാഹുൽ വിജയൻ കുട്ടിക്കാനത്ത് ചെയ്തു. രാഹുൽ, മിലിന്ദ് സോമൻ ഒരുപാട് ആരാധകരുള്ള ഒരു മോഡൽ ഒക്കെ അല്ലേ, മോഡൽ കം നടൻ ഒക്കെയാണ്. അപ്പോൾ ഓട്ടം തുടങ്ങാനായോ? ഓട്ടത്തിന് വലിയ പിന്തുണയുണ്ടോ? ഹാഷ്മി, വലിയ പിന്തുണ ഈ ഓട്ടത്തിനുണ്ട് എന്നുള്ളതാണ്, വലിയ ജനപങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് ഈ ഓട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മലയോര ഹൈവേയുടെ ഭാഗമായി കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ 41 കിലോമീറ്റർ ദൂരമാണ്. അതിന്റെ പൂർത്തീകരണ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ഹിൽ ഹൈവേ റണ്ണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിലേക്കാണ് ഇപ്പോൾ പോവുകയും ചെയ്തിരിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ ഈ പരിപാടിയിൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് നിലവിൽ നടക്കുകയും ചെയ്യുന്നത്. നിലവിൽ 20 കിലോമീറ്റർ ദൂരമാണ്, അതായത് കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള 20 കിലോമീറ്റർ ദൂരമാണ് മിലിന്ദ് സോമൻ ഓടുന്നത്. അതിനുശേഷം ഓപ്പൺ ജീപ്പിലായിരിക്കും കട്ടപ്പനയിലേക്ക് പോവുക. ഈ മലയോര ഹൈവേയുടെ പ്രത്യേകത, അതായത് കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള ഓട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ മാറ്റം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കി കൊടുത്ത ഒരു റോഡാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ സഞ്ചാര സമയം തന്നെ ഏകദേശം അരമണിക്കൂറോളം കുറഞ്ഞിട്ടുണ്ട്. കട്ടപ്പനയിൽ നിന്ന് കുട്ടിക്കാനം വരെ ഏകദേശം 1.25 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അത് 3/4 മണിക്കൂർ യാത്രയായി കുറയുകയും ചെയ്തിട്ടുണ്ട്. അത്രത്തോളം മാറ്റം ആ ഒരു റോഡിന്റെ വരവോടുകൂടി മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ ആ ഓട്ടം തുടങ്ങിയിരിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ ഓട്ടം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ആ ഓട്ടം തുടങ്ങിയിരിക്കുകയാണ്. അത് വലിയ തരത്തിൽ ജനപങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. നിലവിൽ ഈ ബൈക്ക് റൈഡേഴ്സ്, അതുപോലെ തന്നെ സ്കേറ്റേഴ്സ്, അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ അകമ്പടിയോടുകൂടിയാണ് ഈ ഓട്ടം എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഈ മലയോര ഹൈവേയുടെ പ്രത്യേകത നമ്മളൊരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ, നമ്മുടെ ഗ്യാപ്പ് റോഡുണ്ട്, അതേ രീതിയിൽ തന്നെ അത്രയും മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ മലയോര ഹൈവേയിൽ ഈ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗവും എന്നുള്ളതാണ്. അത്രത്തോളം ഭംഗിയും ഈ വഴി കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഓടാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ കൗതുകരം ആയിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു പ്രചരണാർത്ഥം ഈ ഒരു റോഡ് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ പ്രചരണാർത്ഥം കൂടിയാണ് ഈ ഹിൽ ഹൈവേ റണ്ണ് ഇവിടെ നടത്തപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഓട്ടം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞതുപോലെ വലിയ കൗതുക കാഴ്ചയാകുന്നു. കാരണം അതിരാവിലെ തന്നെ ഇത്രയും പേർ അവിടെ ഓടാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാഹുൽ പറയുന്നത്, രാഹുൽ ഓടുവല്ലേ, രാഹുൽ കിതച്ചോണ്ട് അല്ല, ഇത്ര നേരം കിതച്ചുകൊണ്ടാണ്. അത് ഞാനത് പറയാൻ തുടങ്ങായിരുന്നു. രാഹുലും ഓടുന്നുണ്ട്, അതുകൊണ്ട് അത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പൊ വണ്ടി കയറി സമാധാനമായിട്ട് എന്തായാലും ഈ വിവരങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കട്ടെ. എന്നാലും മിലിന്ദ് സോമനൊപ്പം നാട്ടുകാർ മുഴുവൻ ഓടുമ്പോൾ രാഹുൽ വിജയൻ വണ്ടി കയറി പിന്നാലെ വന്ന് ശരിയാണോ? രാഹുൽ പറയൂ. യുടെ നേതൃത്വത്തിലാണ് ഇടുക്കിയിലെ മലയോര റോഡിലൂടെയുള്ള ഹിൽ ഹൈവേ റണ്ണ്. ബോളിവുഡ് താരം മോഡലൊക്കെയായ ദീർഘദൂര ഓട്ടക്കാരനൊക്കെ മിലിന്ദ് സോമനാണ് അതിന് നേതൃത്വം നൽകുന്നത്. മിലിന്ദ് സോമന് പിന്നാലെ നൂറുകണക്കിന് ആളുകൾ ആ ഹിൽ ഹൈവേ കൂടെ ഓടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ്, അതിൻ്റെ ഹെലിക്യാം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ വിജയൻ അതിന് പിന്നാലെ ഉണ്ട്. രാഹുൽ, ഓടുവാണോ വണ്ടിയിലാണോ? ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ഓട്ടം എന്ന് പറഞ്ഞാൽ ചില്ലറ ഓട്ടമല്ല, ചില്ലറ ഓട്ടമല്ല, അതിവേഗതയിലാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഒരു മാരത്തണിൻ്റെ ഓട്ടത്തിൻ്റെ തുടക്കത്തിലൊന്നും ഇത്ര വേഗത്തിൽ ഓടുമെന്ന് പ്രതീക്ഷയില്ല. വളരെ വേഗത്തിലാണ് ഈ ഓട്ടം തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 20 കിലോമീറ്റർ ദൂരത്തിലാണ് ആദ്യ റീച്ചിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗത്ത്
ഈ ഓട്ടം നടക്കുക. അതിനുശേഷം അവിടെ നിന്ന് ഈ ഓടിച്ചെല്ലുന്ന ആളുകൾക്കൊക്കെ, ഈ മാരത്തൻ്റെ ഭാഗമായിട്ട് ഓടിച്ചെല്ലുന്ന ആളുകൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് വിതരണമുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ഓപ്പൺ ജീപ്പിലായിരിക്കും കട്ടപ്പനയിലേക്ക് പോകും. കട്ടപ്പനയിൽ വെച്ചിട്ടാണ് ഈ പരിപാടിയുടെ, അതായത് കട്ടപ്പന കുട്ടിക്കാനം റോഡിൻ്റെ ഉദ്ഘാടനം നടക്കുക. മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള 40 കിലോമീറ്റർ ദൂരത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക എന്നുള്ളതാണ്. നിലവിൽ ഈ കാണുന്ന കിഫ്ബിയുടെ നേതൃത്വത്തിലാണ് ഇടുക്കിയിലെ മലയോര റോഡിലൂടെയുള്ള ഈ ഹിൽ ഹൈവേ റണ്ണ്. അത് അല്പസമയം മുമ്പാണ് തുടക്കമായത്. മിലിൻ സോമൻ ആണ് അതിന് നേതൃത്വം നൽകുന്നത്. താരമാണ്, ബോളിവുഡ് താരമാണ്, ദീർഘദൂര ഓട്ടക്കാരനാണ്, ഒരുപാട് ആരാധക വൃന്ദമുള്ള മോഡലൊക്കെയാണ്. അപ്പോൾ ആ ഓട്ടം അവിടെ അങ്ങനെ പുരോഗമിക്കുകയാണ്. അതിന് തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.